ഞാനൊരിക്കൽ മദ്രാസിൽ നിന്ന് വരുമ്പോൾ ട്രെയിനിൽ കയറി. അങ്ങനെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ജമാഅത്തെ ഇസ്ലാമിയുടെ താടിയാണ് എന്ന്. അങ്ങനെ ഇരിക്കുന്നു. വേറെയും 2-3 പേര് ഇരിക്കുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും ഒരുമിച്ച് സലാം പറഞ്ഞു. സലാം അടക്കി. ഞാൻ ഒഴിഞ്ഞിരുന്നു. എന്റെ കയ്യിൽ മനാറുൽ ഇസ്ലാം ഉണ്ടായിരുന്നു. ആ മനാറുൽ ഇസ്ലാമിൽ ആ ലക്കത്തിൽ അൽ വഖഫ് വ തൻമിയത്തുൽ മുജ്തമഅ എന്ന എന്റെ ലേഖനമുണ്ടായിരുന്നു. അത് പ്രസിദ്ധീകരിച്ചു വന്നതായിരിക്കുന്ന ആ ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സംശയം തോന്നിയ ജമാഅത്ത് എന്ന് സംശയം തോന്നിയ വ്യക്തി നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ ആദർശേരി. അതെവിടെയാണ്? തിരൂർ കോട്ടക്കലിന്റെ മധ്യത്തിൽ. ഇങ്ങനെ പുള്ളി അങ്ങനെ ഇരുന്നു. ഞാനിരുന്ന് വായിച്ചു. മറ്റാരെയും ശല്യം ചെയ്യാതെ. സീറ്റെല്ലാം റിസർവ്ഡ് ആണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആദർശേരി അംസകുട്ടിംസിലാരും അറിയോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. കളവ് പറയാൻ പാടില്ലല്ലോ. അങ്ങനെ അപ്പോ ഇത് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്, മക്കൾക്ക് പഠിക്കാനാണ് പറഞ്ഞു തരുന്നത്. കുറെ കഴിഞ്ഞു അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ സുന്നികളുടേതായ എന്താ നിങ്ങളുടെ സുന്നികൾ എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു. ഞാൻ ജമാഅത്ത് അനുഭവിയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, വിരോധമില്ല. അങ്ങനെ ഒരു സിയാറത്ത് ആരെങ്കിലും രക്തസാക്ഷികളുടെയോ അതല്ലെങ്കിൽ അറിയപ്പെട്ട സാദാത്തുകളുടെയോ ഇങ്ങനെ ഒരു സിയാറത്താണല്ലോ നിങ്ങളുടെ എല്ലാ സമ്മേളനത്തിന്റെയും ആദ്യത്തിൽ കാണാറ്. അതെന്താണ് എന്ന് ഞാന് പെട്ടെന്ന് എന്റെ സ്വഭാവം തട്ടുത്തരം പറയലാണെങ്കിലും ഞാൻ പറയാതെ എനിക്ക് തോന്നി ഇവനോട് നല്ല നിലക്ക് സംസാരിക്കലാണ് നല്ലത് എന്ന്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ജോലി എന്താ ചോദിച്ചു. ഞാനിങ്ങനെ ഒരു വ്യാപാരിയാണ്. മദ്രാസിൽ നിന്ന് പല സാധനങ്ങളും എടുക്കും. വയനാടിൽ കൽപ്പറ്റ മാനന്തവാടി ഏരിയയിൽ കൊണ്ടുപോയി വിൽക്കും. നിങ്ങളുടെ വീട് എവിടെയാണ്? ബത്തേരിയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പരിശുദ്ധ ഖുർആൻ അറിയാമോ എന്ന് ചോദിച്ചു. അറിയാം. പരിഭാഷ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. നല്ല നിലക്ക് മാനമായി സംസാരിച്ചു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. ചൊവ്വായ പാതയിലേക്ക് നീ മാർഗദർശനം നൽകണേ നാഥ എന്നാണെന്ന് പറഞ്ഞു. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ആ ചൊവ്വായ പാത നിന്റെ അനുഗ്രഹീതരുടെ പാതയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഈ അനുഗ്രഹീതരുടെ പാത എന്ന് പറയുമ്പോൾ അതാരാണ് ഈ അനുഗ്രഹീതർ? ഒന്നിരിക്കൽ ഖുർആൻ കൊണ്ട് മനസ്സിലാക്കണം, ഇല്ല എങ്കിൽ ഹദീസ് കൊണ്ട് മനസ്സിലാക്കണം, അതല്ലെങ്കിൽ ഇജ്മാ കൊണ്ട് മനസ്സിലാക്കണം, അതും അല്ല എങ്കിൽ ഇല്ലത്ത് നോക്കി ഖിയാസിലൂടെ നാം ആ കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പോ അദ്ദേഹത്തിന് പിന്നീടൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, അനുഗ്രഹീതരുടെ പാത എന്ന് ഖുർആൻ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഖുർആനിൽ നിങ്ങൾ പരിശോധിച്ചാൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا.
നിങ്ങൾ അള്ളാഹുവിലേക്ക് വഴിപ്പെട്ടാൽ, അവന്റെ പ്രവാചകനും വഴിപ്പെട്ടാൽ, ഇവിടെ നമ്മൾ ചെറിയൊരു കുളത്തുണ്ട് സുന്നികളും അസുന്നികളും തമ്മിൽ. അള്ളാഹുവിലേക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ആരാധനയാണ്. എന്നാൽ പ്രവാചകന് വഴിപ്പെടുക എന്ന് പറഞ്ഞ് പ്രവാചകന് ആരാധന അല്ല. അപ്പൊ ഈ താഴ്ത്ത് എന്നതിന് ഇബാദത്തിന്റെ പരമമായ താഴ്മ എന്ന അർത്ഥം എല്ലായിടത്തും കൊടുക്കാൻ പറ്റൂല. ഒരേ സ്ഥലത്ത് തന്നെ ഒരുത്തൻ അള്ളാഹുവിലേക്ക് വഴിപ്പെട്ടു, പ്രവാചകൻ വഴിപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രവാചകനെ അനുസരിച്ചു അള്ളാഹുവിലേക്ക് വഴിപ്പെട്ടു. അള്ളാഹുവിലേക്ക് വഴിപ്പെടേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തരേണ്ടത് പ്രവാചകരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഇന്ന കലിമത്തുർ റസൂൽ ലാ തൽമഹു വലാ തുശീറു ഇലാ മആനി, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടല്ലോ. റസൂൽ അയക്കപ്പെട്ടവൻ. അപ്പൊ ഒരു മുർസിൽ വേണ്ടേ? മനിൽ മുർസിൽ. ആരാണ് മുർസിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ റസൂൽ അയക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ അയച്ചൊരു വ്യക്തി വേണ്ടേ? അത് റബ്ബുൽ ആലമീൻ, സർവസ്വ സൃഷ്ടാവാണ് അയച്ചിരിക്കുന്നത്. ഞാൻ നീട്ടി പറയുന്നില്ല. എന്നാൽ മനിൽ മുർസൽ, ഈ അയക്കപ്പെട്ട വ്യക്തിയാര്? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ എന്ന് പറയുമ്പോൾ ഈ അയക്കപ്പെട്ട വ്യക്തി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അള്ളാഹു ഒഴിച്ച് ബാക്കിയുള്ള സർവസ്വത്തിനും അനുഗ്രഹം. അപ്പൊ മനിൽ മുർസിൽ, മനിൽ മുർസൽ, അത് മനസ്സിലായല്ലോ? അത് മനസ്സിലായി. എന്തുകൊണ്ട് അയച്ചു? 4 പോയിന്റ് അവിടെ ഉണ്ട്. എന്തുകൊണ്ട് അയച്ചു? വെറുതെ അയച്ചാ പോരല്ലോ. അങ്ങനെ അപ്പൊ ആ അയച്ചത് എന്ത്? وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ إِنَّا أَنزَلْنَاهُ قُرْآنًا عَرَبِيًّا لِتُبَيِّنَ لِلنَّاسِ. പ്രവാചക പ്രഭു അയക്കപ്പെട്ടത് പരിശുദ്ധ ഖുർആൻ റഹ്മത്താണ്, ശിഫായാണ്. റഹ്മത്ത് കൊണ്ടാണ് അയച്ചത്. ആ റഹ്മത്ത് കൊണ്ട് സർവസ്വത്തിനും റഹ്മത്തായ പ്രവാചകരെ അയച്ചു. ഇനിയൊന്നുള്ളത് മനിൽ മുർസലു ഇലൈഹി, ആരിലേക്കാണ് അയച്ചത്? അൽ മുർസലു ഇലൈഹി. ആരാണ് മുർസൽ ഇലൈഹി? ലിൽ ആലമീൻ എന്ന് പറഞ്ഞല്ലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവസ്വം എന്തെടുത്താലും അതിന്റെ റഹ്മത്തായിരിക്കണം പ്രവാചക പ്രഭു. ആ പ്രവാചക പ്രഭുവിന് പോലും ആരാധിക്കാൻ പാടില്ല എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് വഴിപ്പെടുക, അത് അള്ളാഹുവിലേക്ക് ആരാധനയാണ്. വറസൂൽ, അത് അള്ളാഹ് പ്രവാചകർക്ക് അനുസരണയാണ്, ആദരവാണ്. ആ പറഞ്ഞത് അനുസരിക്കുക. എങ്ങനെ ഇബാദത്ത് ചെയ്യണം, എങ്ങനെയാണ് വുദൂ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തല തടവേണ്ടത്, അങ്ങനെയാണല്ലോ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫി, ഞാൻ ഈയിടെ ഒരിക്കൽ ഈജിപ്തിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ വുദൂ ചെയ്തു വരുന്നു. ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞു, ജാമിഉൽ അസ്ഹറിൽ നിന്ന് ഇറങ്ങുകയാണ്. അവന്റെ കയ്യിന്റെ മുട്ട് നനഞ്ഞിട്ടില്ല. അപ്പോ എന്നോട് ചോദിച്ചു, എനിക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടാൻ കൂടെ നിസ്കരിക്കുക എന്ന് ചോദിച്ചു. എന്റെ കൂടെ ഹക്കീം ഫൈസിയും ഉണ്ടായിരുന്നു. അവരുടെ ഇതിന്റെ അംഗീകാരത്തിന് വേണ്ടി പോയതായിരുന്നു, CICയുടെ. അപ്പോ ഞാൻ നിസ്കരിക്കാന്ന് പറഞ്ഞു. നീ റൂമിലേക്ക് നടക്ക് എന്ന് ഹക്കീമിനോട് പറഞ്ഞു. ഞാൻ ആ മനുഷ്യനിങ്ങനെ നോക്കി. ഞാൻ ചോദിച്ചു, എനിക്ക് മദ്ഹബുണ്ടോ എന്ന് ചോദിച്ചു. എന്താ അങ്ങനെ ചോദിക്കുന്നത് ചോദിച്ചു. മറ്റൊന്നുമല്ല, ഇവിടെ മദ്ഹബില്ലാത്തവർ ഏകദേശം ഒരു 30% ഈജിപ്തിൽ കാണും. എന്റെ അറിവനുസരിച്ച് ഞാൻ ഷാഫി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, വുദൂവിന്റെ
ഫർള് അറിയാമോ എന്ന് ചോദിച്ചു. അറിയാം പറഞ്ഞു. നിയ്യത്ത്, മുഖം കഴുകൽ, 2 കൈ കഴുകൽ, തല തടവൽ, 2 കാല് കഴുകൽ. ഓക്കെ. ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്. ഓക്കെ. ഞാൻ ചോദിച്ചു, 6ാമത്തെ ഫർള് ഇനി ഇല്ലേ, കാല് കഴിയാൽ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഉണ്ട്, അത് തെർത്തീബാണ്, ക്രമപ്രകാരം. ഷാഫി ഇമാം തങ്ങൾ തെർത്തീബ് ഫർളാണെന്ന് എവിടെ നിന്നാണ് മനസ്സിലാക്കിയത്? തെർത്തീബ് ഫർളാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കി? ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്. പിന്നെ അർജുലക്കും കഴുകുന്ന അവയവം പറഞ്ഞ പോരെ? മുഖം കഴുകുന്നതാണ്, കൈ കഴുകുന്നതാണ്, കാല് കഴുകുന്നത് പറയാതെ ഇടയിൽ കയറ്റിക്കൊണ്ട് തടയുന്ന അവയവം പറഞ്ഞു. വംസഹു ബിറൂസിക്കും. അവിടെ നിന്നാണ് ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി തങ്ങൾ നിസ്കാരത്തിൻ്റെതായ തെർത്തീബ്, വുദൂഇന്റെ ഫർളില് തെർത്തീബ് ഫർളാണ് എന്ന് കണ്ടുപിടിച്ചത്. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ പുള്ളിക്ക് എന്നോട് വലിയൊരു സിമ്പതി തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ 2 കൈയും കഴുകലാണ്. ഇലൽ മറാഫിഖ് ദാഖിലാണ്. അപ്പോ നോക്കിങ്ങനെ എന്റെ ഉദു ശരിയായിട്ടില്ലല്ലേ ചോദിച്ചു. എന്നാൽ ഈ കേരളക്കരയിലുള്ള ഒരു 5ാം ക്ലാസ് മദ്രസയിൽ പഠിച്ച ഒരു കുട്ടി ഉദു ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. അതാണ് സമസ്ത. ഈ സമസ്തയെ ധിക്കരിക്കാനോ കൊഞ്ഞനം കുത്താനോ നാം നിൽക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലാക്കണം. ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു. ആ വ്യക്തി ഇപ്പോഴും എന്നെ ഈ കഴിഞ്ഞ പെരുന്നാളിലും എന്നെ വിളിച്ചിരുന്നു. വലിയ സന്തോഷം തോന്നി അദ്ദേഹത്തിന്. 2ാമത് പോയി വുദൂ ചെയ്തു. അദ്ദേഹം വന്ന ശേഷമാണ് ഞങ്ങൾ നിസ്കരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയല്ല നമ്മുടെ വിഷയം. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, ആ വിഭാഗം മനസ്സിലായില്ലേ? ആ പറയപ്പെട്ടവർ അള്ളാഹുവിനും പ്രവാചകർക്കും വഴിപ്പെട്ടവർ, ഇതാഅത്ത് ചെയ്തവർ, അങ്ങനെ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് നമ്മൾ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞു വെച്ചല്ലോ. ആ അനുഗ്രഹീതർ മിനൻ നബിയ്യീന, പ്രവാചകന്മാർ. അവരുടെ കാലത്താണ് നമുക്കൊക്കെ മിനൻ നബിയ്യീന വശുഹദാ, രക്തസാക്ഷികൾ, കൂട്ടുകാരനാക്കാൻ പറ്റും. സിദ്ദീഖീങ്ങൾ എന്നുണ്ടോ അന്ന്, സജ്ജനങ്ങൾ. ഇതൊക്കെ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ ചോദിക്കുന്നു, ഈ ഇരിക്കുന്ന നമ്മിൽ നിന്ന് ആരെങ്കിലും രക്തസാക്ഷിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മരിച്ചങ്ങോട്ട് വീഴുന്നതിന് മുമ്പ് ഒരാളെ കുറിച്ച് രക്തസാക്ഷി എന്ന പദം പ്രയോഗിക്കുമോ ഇല്ലയോ? എന്താ മുണ്ടാത്ത കുട്ടികളെ പറയോ? പറയില്ല. അപ്പൊ രക്തസാക്ഷിയാവണമെങ്കിൽ മരിച്ചു വീഴണം. അവനെയാണ് റഫീഖ് എന്നുള്ള പദപ്രയോഗം അറബിയിൽ നടത്താറ്. ജമീല്, ഷരീക്ക്, സദീഖ്, ഹമീമ്, ഹബീബ് ഇതിനൊന്നുമല്ല. തന്റെ സാഹിബ് അഷ്ശൈഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ മുഹമ്മദ് മുബാറക് അൽ കിന്ദി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനിക്ക് ഒരു മുട്ടുസൂചി കിട്ടിയാൽ സന്തോഷിക്കണം. ഒരു മുള്ളു കുത്തിയാൽ അദ്ദേഹത്തിലേക്ക് വേദനിക്കുമ്പോൾ നമുക്കും വേദനിക്കണം. മവദ്ദത്തോടുകൂടിയുള്ളതായിരിക്കുന്ന റിഫ്ഖുള്ളതായിരിക്കുന്ന സ്നേഹം ഉണ്ടായിരിക്കണം. അവിടെ റഫീഖ് എന്ന് പറയുന്നത് അറബി പ്രയോഗം അങ്ങനെയാണ്. ആ റിഫ്ഖ് വഹസുന ഉലൈക, ഈ പറയപ്പെട്ടവർ അള്ളാഹുവിന്റെ അനുഗ്രഹിവര് ആര്? നബിമാര്. അവരുടെ ആയുഷ്കാലത്താണ്, നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലത്താണ്. സിദ്ദീഖീങ്ങൾ എന്നുണ്ടോ അന്നായിക്കോട്ടെ. വശുഹദാ, രക്തസാക്ഷികൾ. മരിച്ചു വീഴുന്നതിന് മുമ്പ് അവനെങ്ങനെ രക്തസാക്ഷി എന്ന് പറയാൻ കഴിയുമോ?
വഹസുന ഉലൈക റഫീഖ, വെരി ബെറ്റർ ഫോർ ദ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അവര് ഏറ്റവും ബെറ്റർ ആണ് ഫ്രണ്ട്ഷിപ്പിന് എന്ന് പറയുമ്പോൾ ഈ രക്തസാക്ഷി എങ്ങനെ ബെറ്റർ ആകുക, അവനെങ്ങനെ കൂട്ടുകാരനൊക്കെ പറയണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഖുർആൻ വായിച്ച ആളാണല്ലോ, പറഞ്ഞോളൂ, എനിക്ക് യാതൊരു വിരോധമില്ല. കൂട്ടുകാരനാക്കാൻ വെരി ബെറ്റർ ആര്? രക്തസാക്ഷി എങ്ങനെ കൂട്ടുകാരനാക്കാം? പെള്ളി മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടി ചോദിച്ചു, ഒന്നും കൂടി പറഞ്ഞുതരാം. അങ്ങനെ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവരെ കുറിച്ച് അംവാത്ത്, മയ്യിത്ത് എന്ന് പറയാൻ പാടില്ല, നാം മുണ്ടരുതെന്നാ. നമ്മുടെ രണ്ട് ചുണ്ട് നാവ് അനക്കുമ്പോൾ വായുവുള്ള ഈ മർദ്ദനം ശ്രവണയന്ത്രത്തിൽ പോയി മുട്ടുന്നു. ഇതാണല്ലോ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം എന്നത്. ആ വചനം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അവർ ജീവിച്ചിരിക്കുന്നവരാ. വലാകിൻ ലാ തശ്ഉറൂൻ, നിങ്ങൾക്കറിയില്ലടോ, നിങ്ങൾക്കറിയാത്തൊന്നും ഇല്ലെന്നാ. വഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, സൂറത്തുൻ നഹ്ലിലേക്ക് വാ. നിങ്ങളുടെ മുൻഗാമികൾ ഈ അമേരിക്കയിൽ മാത്രമല്ല. ട്രാഡിയോ സെന്റർ ട്രാജഡി നടന്നപ്പോൾ എറണാകുളത്ത് ഞാനൊരു ക്ലാസ് എടുത്തു അഭ്യസ്ത വിദ്യർക്ക്. ആ ക്ലാസ്സിൽ ഞാൻ ഈ ആയത്ത് ഓതി പറഞ്ഞപ്പോൾ അത് പലരുടെയും മനംമാറ്റത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. വഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവരും വഞ്ചന പ്രവർത്തിച്ചു നിശ്ചയം. ഫഅതല്ലാഹു ബുൻയാനഹും മിനൽ ഖവാഇദ്, അവരുടെ ബിൽഡിംഗ് സമുച്ചയങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വന്നു ഒരിക്കലായി. വഖറ അലൈഹിമു സഖ്ഫു, മണിമാളികൾ ഒന്നൊന്നായി കെട്ടിപ്പൊളിഞ്ഞു വീണു. ഓരോന്നോരോന്നായിട്ട് ഇസ്തിഗ്റാഖുൽ അഫ്റാദാക്കിക്കോ, അല്ലെങ്കിൽ ജിൻസാക്കിക്കോ, അലിഫ്ലാം ഏതായാലും മതി. വഅതാഹുൽ അദാബു മൂന്നാമത്, കാലിഫോർണിയ എയർപോർട്ടിൽ നിന്ന് 3 തവണ വിമാനം പൊങ്ങി 109, 110, 111 ഇടിച്ചപ്പോൾ എവിടെയായിരുന്നു ഇവര്? മലപ്പുറം മാച്ചുപള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തിലൂടെ ഓടുന്ന തോട്ടിലെ കടുങ്ങാലിയുടെ വള്ളിയും പുള്ളിയും അറിയുന്ന നെറ്റ് പ്രയോഗിക്കുന്ന അമേരിക്കക്കാരാ ഇനി എവിടെയായിരുന്നോ? ഒരാക്കില്ലാത്ത അള്ളാഹു ഉദ്ദേശിച്ചില്ല. അറിയണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണല്ലോ. എന്നമാരി ഒരാ തഖൂലു, നിങ്ങൾ മുണ്ടിപ്പോവരുത്, അംവാത്തുൻ, അവര് മരിച്ചു എന്ന് പറയാൻ പാടില്ല. ബൽ അഹ്യാഉൻ, പക്ഷെ അവര് ജീവിച്ചിരിക്കുന്നു. അതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ? ലോകത്തുള്ളതൊക്കെ വലാകിൻ ലാ തശ്ഉറൂൻ, നിങ്ങൾക്കറിയില്ല. നാം ഉണ്ടെന്നാ നോക്കാം. ഞാൻ ഒന്നും കൂടി, അപ്പോഴേക്ക് ഞങ്ങൾ ഏകദേശം കാട്ട്പാടി കഴിഞ്ഞു. ഒന്നും കൂടി പറഞ്ഞു. ولا تحسبن الذين قتلوا في سبيل الله امواتا, അല്ലാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവരെ കുറിച്ച് നീ ഭാവിക്കരുത്. ഹിസ്ബാൻ എന്ന് പറഞ്ഞാലും ഹസിബ, ബന്ന, ഇങ്ങനെ കുറെ വഹിമ, കുറെ പദങ്ങളുണ്ട്. ഹിസ്ബാൻ എന്നുള്ള പദം അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കയറി പോകുമ്പോഴാണ്, ഓർത്തു പോകുമ്പോഴാണ്, തറക്കിയായിട്ട് പോകുമ്പോഴാണ് ഹിസ്ബാൻ പ്രയോഗിക്കാറ്. അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ സുദാ, അവരാ കാലമാ ജീവിതം അങ്ങനെ ആലോചിച്ചു. വജഅൽന അൽ-ലൈല വൻ-നഹാറ ആയതൈൻ ഫമഹൗനാ ആയത അൽ-ലൈലി വജഅൽനാ ആയത അൻ-നഹാരി മുബ്സിറതൻ ലിതബ്തഗൂ ഫളൻ മിൻ റബ്ബിക്കും വലിതഅലമു അദദ അസ്-സിനീന വൽ-ഹിസാബ്. കണക്ക് ഓർത്ത് ഇങ്ങനെ പോകണം. അപ്പൊ പറയാണ് വലാ തഹ്സബന്ന, തീർച്ചയായിട്ടും നിങ്ങൾ ഭാവിക്കാൻ പാടില്ല, അങ്ങനെ മനസ്സിൽ വരാനേ പാടില്ലടോ. ഉഹദ് യുദ്ധം, ബദർ യുദ്ധം ഒക്കെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല. അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച് അംവാതൻ, മരിച്ചു. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുക. യുർസഖൂന, അവർക്ക് നൽകപ്പെടുക. ബിമാ ആതാഹുമുല്ലാഹ്, അതൈതു ബിഹി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നിങ്ങൾക്കാണ്ട് കൊണ്ടു തന്നാൽ, അതൈതു ബിഹി, അത് കൊടുന്നു. ഇവിടെ അങ്ങോട്ട് എടുത്തു തന്നാൽ അഅതൈതു എന്നാ പറയാം.
അത്താബിഹി എന്ന് പറയില്ല അറബിയിൽ. അറബി പ്രയോഗം അങ്ങനെയാണ്. അപ്പോ ബിമാ ആതാഹുമുല്ലാഹ്, അവർ എവിടെയായാലും എന്തായാലും എന്താ ഉദ്ദേശിക്കുന്ന അല്ലാഹ് അവർ കണ്ടു കൊടുക്കണം. ഫരിഹീന, സന്തോഷവാന്മാരാകുന്നത് വരെ. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം, ഇനിയും മരിച്ചിട്ടില്ല ഇവിടെ ജീവിക്കുന്ന അവരുടേതായ പിൻഗാമികളായ മഹത്തുക്കൾ, മഹാന്മാർ, അവർക്ക് നല്ല സന്തോഷങ്ങൾ, അറിവ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കന്മാർ ഇവിടെ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ്. അവരുടെ പിന്തുണയാണ് നമുക്കുള്ളത്. അവരിൽ നിന്നുള്ള ബിശാറത്ത്, ആ സന്ദേശം, ആ സുവിശേഷം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾക്ക് മരിച്ചവരുമായി ബന്ധപ്പെടാൻ പറ്റൂല എന്നാ തോന്നുന്നു ചോദിച്ചു. അല്ല ഉസ്താദ്, നമ്മൾ കെടുക്കല്ലേ ചോദിച്ചു. ആന്ന് പറഞ്ഞു. സുഖമായിട്ട് ഞങ്ങൾ ഷൊർണൂരിലെത്തിയപ്പോ ഉള്ളി തന്നെ ഇറങ്ങിപ്പോയി. 4 വണ്ടി നിർത്തിയത്, 2 പോയി ചായ, മധുരമില്ലാത്ത ചായ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ വലിയ രോഗിയാണ്, ഇടയ്ക്ക് വിളിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഖുർആനിലൂടെ സുന്നത്ത് ജമാഅത്ത് എന്ത് എന്ന് അത് മനസ്സിലാക്കുക. ഇങ്ങനെ നമ്മുടെ ഈ ഉമ്മത്തിന് യഥാർത്ഥ നേർവഴി പ്രവാചകർ, സഹാബ കിറാം, താബിഈങ്ങൾ, താബിഈങ്ങൾ മുതൽ ഇതുവരെ ഈ കേരളക്കരയിൽ 1921 മുമ്പ് ഏതെങ്കിലും ഒരു ലോകത്ത് അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും? അപ്പൊ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അലാ അയ്യി ഹാൽ, മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കണം. നാം എന്തോ ആവരുത്, മനസ്സിലായില്ലേ? ഈ ഫോണിന്മേൽ കളി, ഞാണിന്മേൽ കളി, ഗുരുനാഥന്മാരില്ല, ഉസ്താദുമാരില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ സൂറത്തുൽ അൻആമിലേക്കൊന്ന് വാടോ. ഉപേക്ഷിക്കണം. അഥവാ എന്ന് പറയാതെ എന്ന് പറഞ്ഞത് ഒരു കടകിട, ഒരു ദർറത്ത്, ഒരു അണുമണി ബന്ധം പാടില്ല ആരുമായിട്ട്. അല്ലദീന ഇത്തഖദു, അവരാക്കിയിരിക്കുന്നു. അഖ്ദില് താവർത്താണ്. ഇത്തഖദു, അവര് പിടിച്ചു വെച്ചിരിക്കുന്നു, അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി വെച്ചിരിക്കുന്നു. ദീനഹും, അവരുടെ ദീനിനെ ലഅബൻ, കളിയായിട്ട് ദീനിന്റെ ഒരു ഭാഗമാക്കിയാണ്ട് വെച്ചിരിക്കുകയാണ്. വലഹുവ, വിനോദം. അൻആമിന്റെ 70-ാമത്തെ ആയത്ത് നിങ്ങൾ എടുത്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രസ്ഥാനത്തെ, അതിന്റെ 100-ാമത്തെ വാർഷികമാണ് വരുന്നത്. നാം ശ്രദ്ധിക്കുക. പ്രവാചക പ്രഭു നമുക്ക് പഠിപ്പിച്ചത് പോലെ നാം അത് ഉത്തമന്മാരായ മഹാപണ്ഡിതന്മാരിൽ നിന്ന്, അറിവുള്ളവരിൽ നിന്ന് നാം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.